ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് ജോർജ് മുള്ളർ ഇംഗ്ലണ്ടിലുള്ള 10,000-ത്തിലധികം വരുന്ന അനാഥർക്കു വേണ്ടി ഓർഫണേജ് ആരംഭിച്ചു. അദ്ദേഹം ആരോടും പണം ചോദിച്ചില്ല, ഒരു ഫണ്ട് ശേഖരണവും നടത്തിയില്ല. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. കൂടാതെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു. ഒരു ദിവസം രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ലായിരുന്നു. ബ്രെഡില്ല, പാലില്ല, ഒഴിഞ്ഞ വയറുകൾ മാത്രം. പക്ഷേ ജോർജ് അവരെയെല്ലാം മേശയ്ക്ക് ചുറ്റും കൂട്ടി. നന്ദിയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ലഭിച്ച ഭക്ഷണത്തിനായി നന്ദി. എന്നാൽ ഭക്ഷണം അപ്പോൾ എത്തിയിരുന്നില്ല. ആകുലതയില്ല, സംശയമില്ല, വിശ്വാസം മാത്രം. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതൊരു ബേക്കറി നടത്തുന്ന ആളായിരുന്നു. ആ വ്യക്തി പറയുകയാണ്, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദൈവം എന്നോട് നിങ്ങൾക്കായി അപ്പം ചുടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും മതിയായ ആഹാരം ലഭിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞ് അനാഥാലയത്തിന് പുറത്തൊരു പാൽവണ്ടി കേടായി. പാൽക്കാരൻ തൻ്റെ പക്കലുണ്ടായിരുന്ന പാൽ മുഴുവനും ഓർഫണേജിന് നൽകി. അല്ലെങ്കിൽ അത് കേടായി പോകും. ജോർജ് മുള്ളർ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം ദൈവത്തെ ഓരോ ദിവസവും പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. പിന്നെ അത്ഭുതങ്ങൾ പലതും നടന്നു. നിങ്ങൾ ദൈവത്തെ അങ്ങനെ വിശ്വസിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ദൈവത്തെ വിശ്വസിച്ചാൽ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ നമുക്ക് നീക്കുവാൻ കഴിയും. ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളവരായിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.